അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഇന്ത്യൻ സിനിമയിൽ ജ്വലിച്ചു നിന്നിരുന്ന നടിയാണ് ശ്രീദേവി. ഇന്ത്യയിലെ ആദ്യ ലേഡി സൂപ്പർ സ്റ്റാർ. അഭിനയിച്ച് അവിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങൾ നിരവധി. ആരെയും പകരം വയ്ക്കാനാകാത്ത നടി. അപ്സരസിന്റെ സൗന്ദര്യവും നടനചാതുരിയും താരമൂല്യവും ഒരുപോലെ ശോഭിച്ച നടി. തുടക്കകാലത്ത് ചില മലയാള സിനിമകളിൽ ശ്രീദേവി അഭിനയിച്ചിട്ടുണ്ട്. താരം ഒടുവിൽ അഭിനയിച്ച മലയാള സിനിമ 1996 ഇറങ്ങിയ ദേവരാഗമാണ്. ഈ ബഹുഭാഷാ ചിത്രം സംവിധാനം ചെയ്തത് ഭരതനാണ്. ബോളിവുഡിലെ താരറാണിയായിരിക്കെയാണ് ദേവരാഗത്തിൽ അഭിനയിക്കാൻ ശ്രീദേവി എത്തുന്നത്. സിനിമയെക്കുറിച്ചും ശ്രീദേവിയെക്കുറിച്ചും ഭരതന്റെ അടുത്ത സുഹൃത്തായിരുന്ന തിരക്കഥാകൃത്ത് ജോൺ പോൾ മുമ്പൊരിക്കൽ സഫാരി ചാനലിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. എന്റെ സുഹൃത്ത് സംവിധായകൻ ഭരതൻ ശ്രീദേവിയെക്കുറിച്ച് പറഞ്ഞത് ഒരു ശില്പിയെ മോഹിപ്പിക്കുന്ന അംഗലാവണ്യമാണ് ശ്രീദേവിയുടേതെന്നാണ്. ശ്രീദേവിയുടെ ചിത്രം വരയ്ക്കാൻ വളരെ എളുപ്പമാണെന്ന് ഭരതൻ പറയുമായിരുന്നു. ശില്പം ഉണ്ടാക്കാൻ അതിനേക്കാൾ എളുപ്പമായിരുന്നു. പല കഥാപാത്രങ്ങളിലും ശ്രീദേവിയെ ഉൾച്ചേർക്കണമെന്ന് ഭരതന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഭരതൻ സജീവ സാന്നിധ്യമായിരുന്ന കാലഘട്ടങ്ങളിൽ ശ്രീദേവി കയ്യെത്താ ദൂരത്ത് തമിഴിലും ഹിന്ദിയിലും നിറഞ്ഞാടുകയായിരുന്നു. എങ്കിലും ഭരതന്റെ അവസാന കാലഘട്ടങ്ങളിലെ ചിത്രങ്ങളിലൊന്നിൽ ശ്രീദേവിയെ മുഖ്യ കഥാപാത്രമായി അവതരിപ്പിച്ചു. ദേവരാഗം എന്ന പേരിൽ മനോഹരമായ കുറെ പാട്ടുകളോടെ ആ ചിത്രം ഭരതൻ ഒരുക്കി. അരവിന്ദ് സ്വാമിയാണ് ദേവരാഗത്തിൽ നായകനായി വന്നത്. ഭരതൻ എത്ര മോഹിപ്പിക്കുന്ന ഫ്രെയിമുകൾ ഉണ്ടാക്കിയെടുത്താലും സൈക്കോളജിക്കലായി ശ്രീദേവി നമ്മുടെ മനസ്സിൽ എത്രയോ സീനിയറാണ്. അരവിന്ദ് സ്വാമി എത്രയോ ജൂനിയറാണ്. അതിനേക്കാളുപരി അരവിന്ദ് സ്വാമിയുടെ യൗവനത്തിന്റെ തിളക്കവും ത്രസിച്ചു നിൽക്കുന്ന ശരീരരൂപവും ശ്രീദേവി യൗവനത്തോട് വിട പറയുന്ന പ്രായത്തെ അഭിനയ സാക്ഷാത്കാരത്തിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്നു. അവർ ഒരുമിച്ചുള്ള ഫ്രെയിമുകളിൽ അതിൻ്റെതായ ഒരു അകലം ഉണ്ടായിരുന്നു. ഭരതനെ സ്നേഹിക്കുന്നവർ തിരിച്ചറിഞ്ഞ സിനിമയായില്ല അത്. ഒരുപാട് സങ്കീർണതകൾ വന്നതുകൊണ്ട് പൂർണ്ണമായും തന്റെ സങ്കല്പത്തിലുള്ള ചിത്രമായി അവതരിപ്പിക്കാൻ ഭരതന് കഴിഞ്ഞു എന്ന സംശയം ബാക്കി നിൽക്കുന്നെന്നും ജോൺ പോൾ അന്ന് പറഞ്ഞു. അന്തരിച്ച നടൻ നെടുമുടി വേണു ദേവരാഗത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ശ്രീദേവിയെക്കുറിച്ച് നെടുമുടി വേണു പറഞ്ഞ വാക്കുകളും ജോൺ പോൾ ഓർമ്മിച്ചു. നെടുമുടി വേണുവും ഞാനുമൊക്കെ ഏതാണ്ട് സമപ്രായക്കാരാണ്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തെ സ്വപ്നമോഹിനിയാണ് ശ്രീദേവി. ശ്രീദേവി എന്ന ത്രിപുരസുന്ദരിയെ മനസ്സിൽ ആരാധിച്ചു പോന്ന ഒരു പ്രേക്ഷകൻ വേണുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് അഭിനയിക്കുന്ന സന്ദർഭങ്ങളിൽ അതിന്റെ ആവേശവും വേണുവിനുണ്ടായിരുന്നു. കാണുമ്പോഴും ഇടപഴകുമ്പോഴും ഔപചാരികതകളില്ലാതെ ഇടപഴകുന്ന ശ്രീദേവി വേണുവിന്റെ അഭിനയത്തെ ആരാധനയോടെ നോക്കി. 15 കൊല്ലം മുമ്പായിരുന്നു ഞാൻ ഈ വേഷം ചെയ്തതെങ്കിൽ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ കൊതിച്ചുപോയി. കാരണം മനസ്സിലെ ആരാധനാപാത്രമായ ശ്രീദേവിക്കെന്ന് ആ പ്രായമായിരുന്നു എന്ന് വേണു തന്നോട് പറഞ്ഞെന്നും ജോൺ പോൾ അന്ന് ഓർത്തു.